സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗ്രിപ്പോയിറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ എക്സ്ട്രാ ലൈറ്റിൻ്റെ മോഡ് കയറ്റാനുള്ള വീഡിയോ ഇട്ടാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ട്രാഫിക് മോഡിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ബ്രോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ലൈറ്റിൻ്റെ മോഡ് വേണമെന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ കുറച്ച് മാസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യം തന്നെ ആ ട്രാഫിക് മോഡിൻ്റെ വീഡിയോ പോയി കണ്ടിട്ട് അത് ഡൗൺലോഡ് ആക്കുക. അതിനുശേഷം മാത്രമേ ഈ എക്സ്ട്രാ ലൈറ്റ് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യം തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഉണ്ടാവും. ആ വീഡിയോൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫയൽ വേണം, അത് ഡൗൺലോഡ് ആക്കുക. അതിനുശേഷം നിങ്ങൾ നേരെ സെഡ് ആർച്ചിവർ ഓപ്പൺ ആക്കുക. സെഡ് ആർച്ചിവർ ഓപ്പൺ ആക്കിയതിന് ശേഷം ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഉണ്ടാവും, അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ അത് അങ്ങനെ YT അങ്ങനെ പറഞ്ഞിട്ടൊരു ഫയൽ കാണും. അപ്പോൾ ആദ്യം അത് ഞെക്കിയിട്ട് മുകളിൽ ആ 2 ടിക്ക് ഞെക്കുക. പിന്നെ ആ 2 ടിക്ക് തന്നെ ഞെക്കിയിട്ട് സെലക്ട് ഓൾ ഞെക്കുക. എന്നിട്ട് പേസ്റ്റ് ചെയ്യുക, കോപ്പി ചെയ്യുക. എന്നിട്ട് മുകളിൽ ക്ലിക്ക് ചെയ്ത് ഡിവൈസ് സ്റ്റോറേജ്, ആൻഡ്രോയിഡ്, പിന്നെ OBB, ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ, മെയിൻ, അസറ്റ്സ്, ബിന്ന്, ഡാറ്റ. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ആക്കുക കേട്ടോ. അടിയിൽ ആ പച്ച ബട്ടൺ ഞെക്കിയാൽ മതി. ഞാൻ ഓൾറെഡി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. എന്നിട്ട് നിങ്ങൾ സെഡ് ആർച്ചിവർ ക്ലോസ് ആക്കുക. അപ്പോൾ നിങ്ങൾ നേരെ ബസ്സിലോട്ട് വരിക. എന്നിട്ട് നിങ്ങൾ ഒരു ഗാരേജ് എടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈറ്റൊക്കെ വെക്കുക. ഞാൻ ഓൾറെഡി ലൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നെയിം ലൈറ്റിന് ഒരു രസം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഒരു ലിവറിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ജയഗുരുവിൻ്റെ ലിവറിയാണ് ഓൾറെഡി ആഡ് ചെയ്തത്. അതിനുശേഷം നമുക്ക് ഗെയിം കയറിയിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഞാൻ ഗെയിം കയറട്ടെ. അപ്പോൾ നിങ്ങൾ ഇത് ട്രാഫിക് മോഡ് KBRൻ്റെ ആണെങ്കിലും എക്സ്ട്രാ ലൈറ്റ് KBRൻ്റെ അല്ല കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബസ്സിൽ കളിക്കുന്ന എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഗെയിമിലോട്ടൊന്ന് ലോഡ് ആയിക്കോട്ടെ. പിന്നെ ഈ എക്സ്ട്രാ ലൈറ്റ് കയറ്റുമ്പോൾ ചെറിയ ലാഗൊക്കെ ഉണ്ടാവും ലോയിൻ്റെ ഡിവൈസിൽ. അപ്പോൾ ഞാൻ ഗെയിം കയറിയിട്ടുണ്ട്. എനിക്ക് 30 FPS ഒക്കെ കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയറൊക്കെ മാറും കേട്ടോ നമ്മൾ എക്സ്ട്രാ ലൈറ്റ് കയറ്റുമ്പോൾ. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സെറ്റിങ്സിൽ വിഷ്വൽസിൽ കസ്റ്റം ഇടുക. എന്നിട്ട് ഷെയ്ഡേഴ്സ് ഹൈ ആക്കുക. ഹൈ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നെയിം ലൈറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ബാക്കി എല്ലാ ലൈറ്റും കിട്ടും. ആദ്യം നിങ്ങൾ വേറെ എല്ലാ ലൈറ്റിനും വേണ്ടി നമ്മൾ ക്യാമറ ഒന്ന് മാറ്റട്ടെ. എന്നിട്ട് ആ മുകളിലെ സാധാരണ ലൈറ്റിൻ്റെ ബട്ടണില്ലേ, അത് ഞെക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ലൈറ്റും വേണം. പിന്നെ നെയിം ലൈറ്റിൻ്റെ ഇത് വേണമെങ്കിൽ ഹെഡ് ലൈറ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ നെയിം ലൈറ്റൊക്കെ വരും. എനിക്കിവിടെ ചെറിയൊരു FPS ഡ്രോപ്പ് ആവുന്നുണ്ട്, നെയിം ലൈറ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ എക്സ്ട്രാ ലൈറ്റ് കയറ്റി കഴിയുമ്പോൾ നമ്മളുടെ ബസ്സിൻ്റെ ലുക്ക്. ഇത് മഴയും കൂടി ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടി ലാഗ് തോന്നിക്കുന്നത്. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. പിന്നെ നിങ്ങൾ ലിവറിയും കൂടി എടുത്തിടണം കേട്ടോ, എന്നാലേ നല്ല രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഡ്രൈവിലിടുമ്പോൾ ഒരു പ്രത്യേക ടൈപ്പാണ് സൈഡത്തെ LED, റിവേഴ്സിലിടുമ്പോൾ മാറും. ഞാനിപ്പോൾ 60 FPS ഇട്ടേക്കുന്നത്. പിന്നെ അത് നിങ്ങൾ കസ്റ്റത്തിൽ ഇടുമ്പോൾ ഷെയ്ഡേഴ്സ് മാത്രം ഹൈ ആക്കിയാൽ മതി, അല്ലെങ്കിൽ നെയിം ലൈറ്റ് കാണൂല. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ഷെയ്ഡേഴ്സ് ലോ ആക്കിയിട്ടുണ്ട്, നെയിം ലൈറ്റ് ഇല്ല, ബാക്കി എല്ലാ ലൈറ്റും ഉണ്ട്. പിന്നെ നമ്മൾ നേരെ ഹൈ ആക്കി കഴിഞ്ഞാൽ തിരിച്ചും വരും. ഇതാ കണ്ടോ, പിന്നെയും തിരിച്ചു വന്നു. അതാണ്. അപ്പോൾ ഈ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മോഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ കയറ്റാം കേട്ടോ ഇത്. പിന്നെ ഈ സൈഡിലല്ല, നമ്മുടെ വിൻഷീൽഡിൻ്റെ അവിടെ കുറച്ച് ലൈറ്റ് കണ്ടില്ലേ, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഉള്ളിലും കുറേ ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. ഈ ക്യാബിനിലല്ല, അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബസ്സിൽ കളിക്കുന്ന എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പക്ഷെ എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഞാൻ കുറച്ചായി വീഡിയോ ഇട്ടിട്ട് എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബൈ.